ഈ കൊടിമരം മാറ്റാനായിട്ട് തീരുമാനിക്കുന്ന പോലും ഒരു കൊള്ളയാണ്. അതിൽ തന്നെ ആ ഫിനിക്സ് കമ്പനി എന്ന് പറഞ്ഞാൽ അവരെ ഏകദേശം 9.5 കിലോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നാട്ടുകാരെ സുരേഷ് ഗോപി ഉൾപ്പെടെ അതിനകത്ത് സ്വർണം ദാനമായിട്ട് ഒരു 10 കിലോയോളം അങ്ങനെ നാട്ടുകാരെ പിരിച്ചു മേടിച്ചിട്ടുണ്ട്. എന്താ കല്ലിന്റെ വിഗ്രഹം ഇവരുടെ അവകാശമല്ല, അതുകൊണ്ട് വെള്ളത്തിലാണ് കളയണ്ടേ. മരത്തിന്റെ വിഗ്രഹത്തിന് ഇവർക്ക് അവകാശമില്ല, അത് കത്തിച്ചാ കളയണ്ടേ. ഈ സ്വർണമോ വെള്ളിയിലോ ഉള്ള സംഭവമാണെങ്കിൽ മാത്രമേ അവകാശം വരത്തുള്ളൂ, മറ്റേനൊന്നും അവകാശമില്ല. എന്താ പ്രശ്നം? ചുമ്മാ ബോറടി മാറ്റാൻ നമ്മുടെ 18-ാം പടിയുടെ പഴയ 18-ാം പടി കാണുന്നില്ല. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ആന്റിക് രീതി തന്നെയാണ് മാറിയിരിക്കുന്നത്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. 18-ാം പടി പഴയ കൊടിമരത്തിന്റെ മൊത്തം പറകളും അതിന്റെ അഷ്ടദിക്കും അതിന്റെ വാജിവാഹനവും ഇതൊക്കെ നിനക്ക് എവിടെ നീട്ടി? ഇപ്പൊ തന്നെ ED അന്വേഷണം വന്നിരിക്കുന്നു. ഈ 5 ലക്ഷമോ 2 ലക്ഷമോ ഉണ്ട് ED ഇതിന്റെ പറയിൽ അന്വേഷിക്കാൻ വരുമോ? അപ്പം ED അന്വേഷിക്കണേ എന്തായാലും ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോവാ. നമ്മുടെ ഇവരുടെയൊക്കെ ഈജിപ്ത് യാത്രയും ഇങ്ങനത്തെ എന്താ പറയാ യൂറോപ്യൻ കൺട്രീസിലെ യാത്രകളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ളതും ഈ ദേവസ്വം ബോർഡിന്റെ പല ആൾക്കാരുടെയൊക്കെ ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കണം, ഈ പറഞ്ഞ പോറ്റിവർഗ്ഗങ്ങളുടെയൊക്കെ. അപ്പം ശീലിച്ചു പോയി, വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാ. കോൺക്രീറ്റ് കൊടിമരമായിരുന്നു, ഒരു ഡാമേജും ഇല്ല, അതിനകത്ത് ഉറുമ്പരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദേവപ്രശസ്തി വന്നിട്ട് ഈ കൊടിമരം മാറ്റാനായിട്ട് തീരുമാനിക്കുന്നത്. 15-ഓ 16-ഓ 17-ഓ നൂറ്റാണ്ടുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചില ബ്രാഹ്മണിക്കൽ നിയമങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇവർ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതൊക്കെ ഉടച്ചു വാർക്കപ്പെട്ട സമയം കഴിഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വളരെ വളരെ നന്നായിട്ടുണ്ട്, താങ്ക് യു. വളരെ അതുപോലത്തെ ഇദ്ദേഹം തന്നെ വേറൊരു രീതിയിൽ അവിടുത്തെ യോഗതുണ്ട്, അയ്യപ്പന്റെ ഒരു വലിയ ആനക്കൊമ്പും ഇതുമായിട്ടൊക്കെയുള്ള യോഗതുണ്ട്. അത് വെറും ചൂരലിനകത്ത് കുറെ സ്വർണ്ണം ചുറ്റി അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഫുൾ ഒരു എന്താ പറയുക മാഫിയ പോലെ, പൂജാ മാഫിയ, അയ്യപ്പനെ വെച്ചിട്ടുള്ള ഒരു പൂജാ മാഫിയ ഇയാളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. ആ മാഫിയയുടെ അണ്ടറിലാണ് സകല സ്ഥാനങ്ങളും അടിച്ചോണ്ട് പോയിരിക്കുന്നത്. അങ്ങനത്തെ വലിയ കൊള്ള, വലിയ കോടിക്കണക്കിന് 50 കോടിയോ 100 കോടിയോ ഒക്കെ കിട്ടാതെ ഇത്രമാത്രം പാരമ്പര്യവും ഇത്രമാത്രം സമ്പത്തുമുള്ള ആൾക്കാരെ 2-3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ ഇത്രമാത്രം അവരുടെ ആ ഒരു എൻ്റെ ലൈഫ് സ്പോയിലാക്കാത്ത രീതിയിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടും.